ഇന്ന് നമുക്കുണ്ടല്ലോ നോമ്പ് തുറക്കുമ്പോൾ പത്തിരിയുടെയും അപ്പം ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു താറാവ് തയ്യാറാക്കിയെടുക്കാട്ടോ. ഇതേ 1/4 കിലോ താറാവ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടോ. ഇനി ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതേ കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. 1 കപ്പ് നാളികേരം കൊണ്ട് നമ്മളിവിടെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. ഇനി സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയിലയും കറിവേപ്പിലൊക്കെ ദേ ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ട്ടോ. ഇനി ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇടാം. അതുപോലെ തന്നെ വേവിച്ച് വെച്ച താറാവ് ഇട്ടിട്ട് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒന്നാം പാലും കൂടി ഒഴിച്ച് കുറച്ച് കുരുമുളകും മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ താറാവ് ഇഷ്ടം